ഏവർക്കും ആൽബിൻസ് മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന +2 മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണുക. തീർച്ചയായും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് മോഡൽ എക്സാമിനേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നത്തെ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചത്. അതോടൊപ്പം തന്നെ 2 ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ നമ്പർ 15 ബേസ് തിയറം യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അവിടെ പെർസെന്റേജ് തരുമ്പോൾ 25%, 35%, 40% എന്നതിന് പകരം 45% എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ആ ക്വസ്റ്റ്യൻ സാങ്കേതികപരമായി തെറ്റാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ ക്വസ്റ്റ്യൻ കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മാർക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ബയോളജി സയൻസുകാർക്ക് ഒരു 4 മാർക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to +π/4 log 1 + tan x dx എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്റഗ്രൽ 0 to -π/4 log 1 + tan x dx ഇവാലുവേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതും ക്വസ്റ്റ്യൻ തെറ്റാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പ്രൂവ് ദാറ്റ് എന്നാണ് ആ ക്വസ്റ്റ്യൻ. ആൻസറിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിച്ചാൽ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാലല്ല, ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ മാർക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ആൻസറിലേക്ക് ചെയ്യാൻ വേണ്ടി, ആൻസറിലേക്ക് എത്താൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കെല്ലാം കിട്ടി മാർക്ക് 7. ജയിക്കാൻ നമുക്ക് എത്ര മതി? 18 മാർക്ക്. ഇനി ഒരു 11 മാർക്ക് കൂടെ നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾ പാസ്സായി എന്ന് ഉറപ്പിക്കാം. നമ്മുടെ വിഷയം അതല്ല. ബയോളജി സയൻസിന്റെ ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. തീർച്ചയായും മോഡൽ എക്സാമിനേഷന് സമാനമായ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്. എങ്കിലും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബയോളജി സയൻസുകാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പല കുട്ടികൾക്കും ഇന്ന് നിങ്ങൾ എഴുതിയ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ പല ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് എന്ത് എന്നറിയാൻ ഒരു ആകാംക്ഷ കാണും. അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് ഇതിന്റെ ഒരു ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഡിസ്കഷൻ ക്ലാസ് പിന്നീട് ചെയ്യുന്നതാണ്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 to 8. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 3/3 മെട്രിക്സ്. ഫൈൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ്. വെരി സിമ്പിൾ. എ തന്നിട്ടുണ്ട്, എ ട്രാൻസ്പോസ് കാണുക, എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടും, അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു മെട്രിക്സ് കിട്ടും. ചെയ്യാം. നെക്സ്റ്റ്, എക്സ്പ്രസ് the given matrix as the sum of a symmetric and skew symmetric matrices. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവരും പ്രൂവ് ചെയ്തു. അതിൽ വേറെ ആൻസർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രൂവ് ദാറ്റ് ആണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 2, നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 and determinant A4, then value of determinant 2A. determinant 2A നിങ്ങൾക്കറിയാം, ഡിറ്റർമിനന്റ് KA കാണുന്ന ഒരു ഫോർമുല ഉണ്ട്. That is equal to k raised to n into determinant A, where n is the order of the matrix. ഇവിടെ മെട്രിക്സിന്റെ ഓർഡർ എന്തെന്ന് തന്നിട്ടുണ്ട്? ഓർഡർ ഓഫ് 3 എന്നാണ്. അതായത് ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഈ അകത്തിരിക്കുന്ന നമ്പർ പുറത്തെടുക്കുക. 2 raised to order of the matrix 2 cube into determinant A. determinant A യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. That is 4. 2 cube into 4, 8 into 4, that is answer 32 എന്ന് കിട്ടും. ചില കുട്ടികൾക്കെങ്കിലും അതൊരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എങ്കിലും പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരം നിലവാരമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി പോയി എന്ന് മാത്രം. ആൻസർ 32. നെക്സ്റ്റ്, 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. സോൾവ് ചെയ്ത് കാണും. എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 36, എക്സ് ഈക്വൽ ടു +or-6 എന്ന് കിട്ടും. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, y ഈക്വൽ ടു സൈൻ ബ്രാക്കറ്റിനകത്ത് 2x + 3 ഫൈൻഡ് dy/dx. കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ആൻസർ cos 2x + 3 into 2, which is the answer.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും, റൈറ്റ് ലിമിറ്റ് കെ എന്ന് കിട്ടും. രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈക്വൽ ആണല്ലോ. സോ കെ ഈക്വൽ ടു ആൻസർ എന്താണ്? 10. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ദെൻ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഈസ് എന്താണ്? ഇൻക്രീസിംഗ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ബയോളജി സയൻസുകാർക്ക് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ x² - 4x + 6 ഈസ് ഇൻക്രീസിംഗ്. ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗ് ആകുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ 2x - 4 അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x = 2 എന്ന് കിട്ടും. 2 മുതൽ ഇൻഫിനിറ്റി വരെ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് കിട്ടും. സോ 2, ഇൻഫിനിറ്റിയിലാണ് ആ ഫംഗ്ഷൻ എന്താകുന്നത്? ഇൻക്രീസിംഗ് ആകുന്നത്. ഏത് ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്നത് എവിടെയാണ്? ഓപ്പൺ ഇന്റർവെൽ 2, ഇൻഫിനിറ്റി, വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, സിമ്പിൾ ഇന്റഗ്രേഷൻ. ഫൈൻഡ് ഇന്റഗ്രൽ sin x + cos x. sin x ന്റെ ഇന്റഗ്രൽ -cos x പ്ലസ് cos x ന്റെ ഇന്റഗ്രൽ sin x. നെക്സ്റ്റ് ഇന്റഗ്രൽ x × e⁻x dx. ബൈ പാർട്സ് റൂൾ, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ x × e⁻x - e⁻x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = y/x. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ ഓർഡർ എന്താണ്? 1. ഓർഡർ 1. നെക്സ്റ്റ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കുമ്പോൾ ആൻസർ log y = log x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ക്യാപിറ്റൽ X ആൻഡ് ക്യാപിറ്റൽ Y. x + y തന്നിട്ടുണ്ട്, x - y തന്നിട്ടുണ്ട്. ആൻസർ നോക്കിക്കോളൂ. ക്യാപിറ്റൽ X = 2/2 മെട്രിക്സ് ആണ്, 4 4 0 4. ക്യാപിറ്റൽ Y എന്ന് പറയുന്ന മെട്രിക്സ് 1 - 2 0 5, which is the answer. Next question number 8. If A and B are independent events, then probability of A intersection B equal to probability of A into probability of B. 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/7 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/5. ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ പോലും ബാക്കി 7 ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ അല്ല. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് A+ പ്രതീക്ഷിക്കുന്ന കുട്ടികളെ ഈ 3 മാർക്സ് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ലെറ്റ് S ഫ്രം R to R സച്ച് ദാറ്റ് എഫിന് പകരം S എന്നൊക്കെ തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ റിലേഷൻ ആറിന് പകരം S എന്ന് തന്നിട്ടുണ്ട്. x, y സച്ച് ദാറ്റ് x - y ഈസ് ഡിവിസിബിൾ ബൈ 2. ഷോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. 2 divides A - b. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. സമാനമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്കും ബിക്കും പകരം x, y ഒക്കെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. പഠിച്ചവർ അത് എഴുതിക്കാണും, പഠിക്കാത്തവർ എഴുതിക്കാണാൻ സാധ്യതയില്ല. ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഒന്നും അറിഞ്ഞുകൂടായെങ്കിൽ ക്ലിയർലി റിഫ്ലക്സീവ്, ക്ലിയർലി സിമെട്രിക്, ക്ലിയർലി ട്രാൻസിറ്റീവ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് കിട്ടും 4-ൽ 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. യൂസിംഗ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ്. ഉറപ്പായിട്ട് ഏരിയ കാണാൻ ചോദിക്കും. എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇവിടെ ചോദിച്ചത് എലിപ്സ് ആണ്. സോ അതിന്റെ ആൻസർ ചെയ്ത കുട്ടികൾ ഉണ്ടെങ്കിൽ വെരിഫൈ നോക്കുക. ആൻസർ 6π. ആൻസർ എന്താണ്? 6π. അത് കിട്ടി എന്ന് ഉറപ്പിക്കുക. നെക്സ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ 1 മാർക്കേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് sin π/3 വാല്യൂ. ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് sin π/3. sin π/3 വാല്യൂ സൈൻ ഇൻവേഴ്സ് sin x എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? x. അപ്പോൾ ആൻസർ ഇവിടെ π/3 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ആൻസർ π/3 180/3 60 ഡിഗ്രി എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ് sin ഇൻവേഴ്സ് 3x - 4x³ = 3 × sin ഇൻവേഴ്സ് x. ബയോളജി സയൻസുകാർക്കാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. നിർഭാഗ്യവശാൽ അത് കൊമേഴ്സുകാർക്കായി പോയി. പുട്ട് x = sin θ എന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് LHS = RHS എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. S² = KA - 2i. ഫൈൻഡ് വാല്യൂ ഓഫ് k. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k = 1 എന്ന് കിട്ടണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഫൈൻഡ് dy ബൈ dx. എന്താണ്? 1/√1 - x². അതിനുശേഷം ഫൈൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു x³ + 3x² + 5x. സിമ്പിൾ പോളിനോമിയൽ ആണ്, ഒരു ക്യൂബിക് പോളിനോമിയൽ. ആദ്യം അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടുന്നത് 3x² + 6x + 5. സെക്കൻഡ് ഡെറിവേറ്റീവ് അതിന്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ കാണുക, 6x + 6. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ആ 4 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. യഥാർത്ഥത്തിൽ ഒരു ബയോളജി സയൻസുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിർഭാഗ്യവശാൽ വീണ്ടും ഇവിടെ വന്നു എന്ന് മാത്രം. ഇതേ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിനേഷന് ബയോളജി സയൻസുകാർക്ക് ചോദിച്ചു. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡെറിവേറ്റീവിന്റെ ഗ്രാഫിൽ നിന്ന് ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദ ഫംഗ്ഷൻ. അതിന്റെ തിയറിയിലേക്ക് പോകുന്നില്ല. ലോക്കൽ മാക്സിമ -2, ലോക്കൽ മിനിമ 3. എഴുതിയെങ്കിൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. നെക്സ്റ്റ്, ഏതൊക്കെ ഇന്റർവെൽ ആണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, എവിടേക്കാണ് ഡിക്രീസിംഗ്? അത് ഫിഗർ നോക്കിയാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് വരുന്നത് ഏത് ഇന്റർവെൽ ആണ്? -∞ മുതൽ -2 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്, അതുകൊണ്ട് ഇൻക്രീസിംഗ്. -2 മുതൽ 3 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ബിലോ x ആക്സിസ് ആണ്, അപ്പൊ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഡിക്രീസിംഗ്. അടുത്ത് 3 മുതൽ ∞ വരെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇൻക്രീസിംഗ്. സോ -∞, -2 ൽ ഇൻക്രീസിംഗ്, ഓപ്പൺ ഇന്റർവൽ -2, 3 ൽ ഡിക്രീസിംഗ്, ഓപ്പൺ ഇന്റർവൽ 3, ൽ ഇൻക്രീസിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്റഗ്രേഷൻ ആണ്, പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ 2x + 1 ബൈ x² + x + 2. താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നു. സോ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. സോ ആൻസർ ലോഗ് മോഡുലസ് ഓഫ് x² + x + 2. നെക്സ്റ്റ്, ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ സിമ്പിൾ ഇവാലുവേഷൻ. ഫൈൻഡ് ഇന്റഗ്രൽ 2 to 3 x² dx. x² ഇന്റഗ്രൽ x³ / 3. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 19/3 എന്ന് കിട്ടും. ആൻസർ 19/3. ഇന്റഗ്രേഷനിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈൻസ് വെക്റ്റർ ഫോമിൽ തന്നെ തന്നിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 19/√59 എന്ന് കിട്ടും. കിട്ടി എങ്കിൽ കിട്ടി, മാർക്ക് 4. വീണ്ടും 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 1-2 ക്വസ്റ്റ്യൻ, ആ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. മൊത്തം 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഇവിടെയും ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് അതൊരു പ്രശ്നമേ അല്ല. പഠിക്കാത്തവർക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, എസ്എ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് 1, 2, 2, 3. നിങ്ങൾക്കറിയാം ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജെ ബൈ ഡിറ്റർമിനന്റ്. ഇതിന്റെ ഡിറ്റർമിനന്റ് -1 കിട്ടും. അഡ്ജെ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് 3 - 2 then -2, 1 എന്ന് കിട്ടും. സോ അഡ്ജെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും A ഇൻവേഴ്സ്. അടുത്ത, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. നമ്മൾ 3/3 ആണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഇവിടെ ഈസി ആയിട്ട് 2/2 നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ഇവിടെയെങ്കിലും ചോദ്യകർത്ത വിചാരിച്ചിട്ടുണ്ട്. സോ സോൾവ് ചെയ്യുമ്പോൾ x = 0, y = 1 എന്ന് കിട്ടണം. ക്യാപിറ്റൽ X = A ഇൻവേഴ്സ് × B. A ഇൻവേഴ്സ് നമ്മൾ തൊട്ട് മേളിൽ കണ്ടെത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 18. A എന്ന വെക്റ്റർ തന്നിട്ടുണ്ട്, B എന്ന വെക്റ്റർ തന്നിട്ടുണ്ട്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് ലാംഡ. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ A.B എന്താണ്? 0. സോ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ = 1 എന്ന് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ്, ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ കാണുന്ന ഫോർമുല അറിയാം, ½ × മാഗ്നിറ്റ്യൂഡ് ഓഫ് AB cos AC. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ √21/2. ഏരിയ ഓഫ് ട്രയാങ്കിൾ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 19. സോൾവ് ദ LPP. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യണം. ടെക്സ്റ്റിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സോൾവ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആൻസർ, മാക്സിമം Z = 18 at the point 4,3. കറക്റ്റ് ആണോ വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ 6 മാർക്ക് കിട്ടും. ചിലർക്ക് റീജിയൻ കറക്റ്റ് ആയിട്ട് കിട്ടിക്കാണും. ബാക്കി തെറ്റിയെങ്കിൽ റീജിയൻ കറക്റ്റ് ആണെങ്കിൽ 3 മാർക്ക് കിട്ടും. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബേസ് തിയറം സ്ഥിരമായി ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്. ബേസ് തിയറം യൂസ് ചെയ്ത് ബാഗിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബയോളജി സയൻസുകാർ ലോട്ടറി അടിച്ചു. ഈ ക്വസ്റ്റ്യൻ അവർക്ക് അവിടെ തെറ്റാണ്, ഫ്രീ ആയിട്ട് കിട്ടും 4 മാർക്ക്. നിങ്ങൾക്ക് ഫ്രീ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ വെരി കറക്റ്റ് ആണ്. ആൻസർ ചെയ്താലേ മാർക്ക് കിട്ടൂ. സോ ഫൈനൽ ആൻസർ 2/3. 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, വെറും 4 മാർക്കിന്റെ ഒരു വെയിറ്റേജേ ഉള്ളൂ. പക്ഷേ ഇവിടെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. ഇനി ഞാൻ മനസ്സിലാക്കുന്ന 1.5 മണിക്കൂർ കൊണ്ട് തന്നെ പഠിച്ച ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. സോ ഈ ഫൈനൽ ക്വസ്റ്റ്യന്റെ ആൻസർ 2/3.
മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. 1-2 ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണ്. സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ്. ചില ക്വസ്റ്റ്യൻസ് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ കാണും, 1-2 ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ട് കാണും. എന്നാൽ 90% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്. ബയോളജി സയൻസുകാർക്ക് വളരെ ഈസി ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വളരെ വളരെ ഈസി അല്ല, എങ്കിലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മാർക്ക് പബ്ലിക് എക്സാമിനേഷന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.